ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്തേ. ഈസ്റ്റർ നോയമ്പൊക്കെ സുഖമായി പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ഈസ്റ്ററും വിഷുവും ഒക്കെ അടുത്തു വരുന്നതുകൊണ്ട് ഇനി കുറച്ച് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ ഒരു സ്പെഷ്യൽ പൂരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ബട്ടൂര വർഗത്തിൽപ്പെട്ടതാണ്. നോർത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പൂരിയാണിത്. ഇത് ഒരു മുഗളായി ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കമീരി പൂരി. ഇതിൻ്റെ തന്നെ കമീരി റോട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡി ടെക്സ്ചറുള്ള ഒരു പൂരിയാണിത്. കമീർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്നാണ് മീൻ ചെയ്യണത്. അപ്പോൾ ഈസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂരിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്യണം. ഇതിൻ്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും എൻ്റെ വെബ്സൈറ്റ് simmieskitchendiaries.com നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പൂരിയാണിത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് 2 കപ്പ് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഇളം ചൂടാവുന്നത് വരെ ഇതിനെ നമ്മൾ ചൂടാക്കണം. അപ്പോൾ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, കറക്റ്റ് ചൂടായിട്ടുണ്ട്. നല്ല ലൂക്ക് വാം ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മാവാണ്. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് ഹോൾ വീറ്റ് ആട്ട, അതായത് നമ്മളുടെ ഗോതമ്പ് ഒറിജിനൽ ഗോതമ്പ് മാവ് 2 കപ്പ്, 2 കപ്പ് മൈദ, ഇവ രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം ബാച്ച് ബൈ ബാച്ച് ആയിട്ട് കുറേശ്ശെ പാല് ചേർത്ത് നല്ലോണം പൊടിയെല്ലാം കൂടി കൂട്ടി ഒന്നിപ്പിച്ചെടുത്തിട്ട് പിന്നീടാണ് നമ്മുടെ പണി. ഇന്ന് നിങ്ങൾ ആരും എക്സസൈസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? എന്നാൽ നിങ്ങളുടെ കൈകൾക്ക് ഇതൊരു വർക്കൗട്ടായിട്ട് നിങ്ങൾക്ക് ഇന്ന് യൂസ് ചെയ്യുക. നല്ലോണം അമർത്തി കുഴച്ച് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഡോ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ കുഴച്ച് മാവിൻ്റെ പരുവം ഈ സ്റ്റൈലിലായി വരണം. ഞെക്കി കൊടുത്താൽ സോഫ്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ മാവ് റെഡി. ഇനി ഇത് നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ട് അത്യാവശ്യം നോർമൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂടുള്ള ചെറിയൊരു വോം പ്ലേസിൽ വെച്ചാൽ മതി. നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ഏകദേശം 4 തുടങ്ങി 6 മണിക്കൂർ വരെ ഇത് പൊന്തി ഡബിൾ ആവാനെടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ആ സമയം ആയിട്ടുണ്ട്. മാവ് തുറക്കുന്നതിന് മുമ്പ് ഞാനിവിടെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പെരിഞ്ജീരകം അരിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പൊടി പോലെ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആ ചെറിയ വെള്ളത്തോട് കൂടിയിട്ട് അരിച്ച് ഉടനെ തന്നെ നമുക്കത് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മാവ് ഇതേ പൊന്തി നല്ലോണം ഫെർമെൻറ്റഡ് ആയി. നമ്മൾ ആ ഈസ്റ്റ് ഇട്ടതിൻ്റെയാണ് ഇവിടെ നിങ്ങൾ ഈ ടെക്സ്ചർ കാണുന്നത്. ഞാൻ കൈവച്ചൊന്ന് ഇതിനെ അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും ബ്ലാക്ക് സീഡും, അതായത് കരിഞ്ജീരകവും ചേർത്തിട്ട് നല്ലോണം ഇതിനെ ഈ 2 സീഡുകളും എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഞാനിവിടെ കാണിക്കുന്ന പോലെ നിങ്ങൾ നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുക്കണം. വീണ്ടും മാവിനെ ഈ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ ബ്ലാക്ക് സീഡും പെരിഞ്ജീരകവും ഒക്കെ എല്ലായിടത്തും ആയിട്ട് ഇപ്പോൾ മാവ് റെഡിയായി. ഇനി നമുക്ക് ഇതിനെ പരത്തി പൊരിക്കലാണ്. അതിനു വേണ്ടിയിട്ട് വലിയ നാരങ്ങണ്ടല്ല, അതിൻ്റെ സൈസിലുള്ള ഉണ്ടകളാക്കിയിട്ട് ഒന്ന് ഇലോൺഗേറ്റഡ് ആയി കൊടുക്കണം. അതായത് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഏകദേശം ഇങ്ങനെ നീണ്ടിരിക്കണം. അതിനുശേഷം നല്ലോണം അതേ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം. ഒരു 1/4 ഇഞ്ച് തിക്നെസ് ഉണ്ടാവണം. യൂഷ്വലി നമ്മൾ പൂരി പരത്തണ അത്രയും തിന്നാക്കണ്ട, കുറച്ച് കട്ടി വേണം. എല്ലാ ഉണ്ടകളും പരത്തിയെടുക്കണം. ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇത് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ചെറിയൊരു പൊടി കഷ്ണം മാവ് ഇട്ടാൽ മതി. അപ്പോൾ ആയിട്ടില്ല സാധനം. ഈ മാവ് പൊന്തി വരുമ്പോൾ ഓയിൽ നമ്മുടെ റെഡിയാണ്. അപ്പോൾ അതേ മാവ് പൊന്തി മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഓയിൽ ഹാസ് റീച്ച് ദ റൈറ്റ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കമീരി പൂരി ഇട്ട് പൊരിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊന്തി നല്ല സോഫ്റ്റ് ആൻഡ് ബബ്ലി ആയി വരും. അതിൻ്റെ കൂടെ ലൈറ്റ് ഗോൾഡൻ കളറും കൂടി ആവണം. അപ്പോൾ ഇതാണ് നമ്മളുടെ കമീരി പൂരി ഈസ് റെഡി ഹിയർ. ഞാനിവിടെ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ കണ്ട നല്ല ബ്രെഡി സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറിയുടെ അല്ലെങ്കിൽ ചിക്കൻ ബേക്ക് ചെയ്തതോ അങ്ങനെ എന്തും കൂട്ടി ഇതിൻ്റെ കൂടെ കഴിക്കുക. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടുഡേ ഇറ്റ്സെൽഫ്. Have a great week. Take care and bye-bye.